ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര മൊഞ്ചുള്ളൊരു ഐറ്റമാണ്. ശരിക്കും നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിൽ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും കേട്ടോ അതിൻ്റെ മൊഞ്ച് എത്ര മാത്രം ഉണ്ടെന്ന്. അതിൻ്റെ ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാനും പറ്റില്ല, അത്രയ്ക്ക് രുചിയാണ്. ശരിക്കും നമ്മൾ പറയില്ല വിരുന്നുകാരൻ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഐറ്റം എന്നുള്ള അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്യാതെ അവരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതിന് പേരിട്ടിട്ടുള്ളത് ബേബി കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങാമുറി, അങ്ങനെയുള്ള ഞാൻ പല പേരിൽ ഇതിനെ വിളിക്കാറുണ്ട്. അതുപോലെ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നത് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പോകുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ആപ്പ് പരിചയപ്പെടുത്തരാം. യെല്ലോ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ലൈവ് ആൻഡ് ഇൻ്ററാക്റ്റീവ് ഹോബി ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. യെല്ലോ ക്ലാസ്സിലൂടെ 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ഹോബീസ് ആയിട്ടുള്ള ലൈക്ക് മ്യൂസിക്, ഡാൻസ്, ആർട്ട് അല്ലെങ്കിൽ കുക്കിംഗ് വരെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഹോബീസിന് പുറമെ യെല്ലോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്സ്, ജനറൽ നോളജ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അങ്ങനെ പലതരത്തിലുള്ള ക്ലാസ്സസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ യെല്ലോ ക്ലാസ്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടോട്ടലി അവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊഫഷണൽ ആൻഡ് എക്സ്പേർട്ട് മെൻറ്റേഴ്സ് ആണ്. പിന്നെ വേറൊരു മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ യെല്ലോ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് സെലിബ്രിറ്റി മെൻറ്റേഴ്സ് ആയിട്ടുള്ള ഷാന്, റിബു ദാമൻ ഹണ്ട, അതുപോലെ തന്നെ വിദ്യ മാൽവാടി തുടങ്ങിയവരാണ്. അതുപോലെ തന്നെ വേറൊരു അടിപൊളി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഈ ഒരു ആപ്പിലൂടെ, അതായത് യെല്ലോ ക്ലാസ്സിലൂടെ അവരുടെ ഹോബീസ് പഠിച്ചെടുക്കുമ്പോൾ തന്നെ അവർക്ക് അതിലൂടെ ഒരുപാട് പ്രൈസസ് കിട്ടാനുള്ള അവസരം കൂടിയാണ്. ലൈക്ക് പ്ലേ സ്റ്റേഷൻസ്, ആപ്പിൾ ഐപാഡ്, അതുപോലെ തന്നെ ആമസോൺ വൗച്ചേഴ്സ്, അതുപോലെ തന്നെ ബൈസൈക്കിൾസ്, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടാനുള്ള അവസരം കൂടിയാണ് യെല്ലോ ക്ലാസ്. പിന്നെ 20 ലക്ഷത്തിൽ പരം കുട്ടികൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്പും കൂടിയാണ്. അതുപോലെ തന്നെ മാസം തോറും 10 ലക്ഷത്തിൽ പരം കുട്ടികൾ അവരുടെ ഹോബീസ് പഠിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പും കൂടിയാണ് യെല്ലോ ക്ലാസ്. അതുപോലെ തന്നെ യെല്ലോ ക്ലാസ് പുതിയൊരു കോൺടെസ്റ്റന്റ് നടത്തുന്നുണ്ട് ഈ മാർച്ച് മാസം മുതൽ. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ ഇന്ന് തന്നെ യെല്ലോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ പ്രൈസ് എന്താണെന്ന് അറിയേണ്ട, ആപ്പിൾ ഐപാഡാണ്. അപ്പോൾ മിസ്സാക്കാതെ താല്പര്യമുള്ളവരെ ഇന്ന് തന്നെ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ആദ്യം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൽ പറയുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ കുട്ടികൾ ആ ഒരു മത്സരത്തിൽ വിജയിക്കും. വിൻ ചെയ്യാനുള്ള എലിജിബിൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് യെല്ലോ ക്ലാസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹോബീസിൽ അവരെ യെല്ലോ ക്ലാസ്സിലൂടെ പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങാമുറിയിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാള ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു ഫില്ലിങ് നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം സവാള അടച്ച് വെച്ചിട്ട് നമ്മൾ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അറിയാലോ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഓവറായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സവാള ഇതുപോലെ അടച്ച് വെക്കാതെ ഡയറക്റ്റ് വാട്ടിയെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ സവാള ഇതുപോലെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ഒന്നിച്ച് ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 പച്ചമുളക്, ഒരു 4-5 അല്ലിയോളം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി കേട്ടോ. ഇഞ്ചി ഒരുപാട് കൂടണ്ട. ഇത്രയും 3 ഒന്നിച്ച് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ ഒരു 3 ടൈപ്പ് പൊടികളാണ് കേട്ടോ ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കൻ മസാലപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കളറിൽ മസാല ചെയ്യുമ്പോഴാണ് കേട്ടോ, കാണാൻ കുറച്ചുകൂടി ഭയങ്കര മൊഞ്ചുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കളറിൽ തന്നെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാലപ്പൊടികൾ തന്നെ മതി കേട്ടോ, ഈ ഒരു ഫില്ലിങ്ങിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒരു തവണ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കനാണ്. ഒരുപാട് അരച്ചെടുക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഒരു തവണ മാത്രം ക്രഷ് ചെയ്ത് എടുക്കുക. എന്തിനാ ഇങ്ങനെ ക്രഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് മസാല നന്നായിട്ട് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് കട്ടാക്കി കിട്ടിയതിന് ഇത്രയും പെർഫെക്ഷനിൽ നമുക്കിത് റെഡിയായി കിട്ടില്ല. എങ്ങനെയും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില രണ്ടും കൂടി ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് സവാള വഴറ്റുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിപ്പോൾ നല്ല വലുപ്പമുള്ള സൈസ് ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ കുക്കറിൽ ഒരു 2 വിസിലടിച്ചിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഒരല്പം ഒരു 1-2 പിഞ്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചിട്ടുള്ളതാണ്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. എങ്കിലേ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ നല്ല ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എല്ലാത്തിലും കുറച്ച് കുറച്ച് ഇട്ടത് കൊണ്ട് തന്നെ ഞാൻ ഇനി എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല. എൻ്റെ ഇതിപ്പോൾ നല്ല പാകമാണ് ഉപ്പ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് നല്ല മൊഞ്ചോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മസാല അവിടെ നല്ലപോലെ ചൂട് തണിയാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബൗളിലിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുത്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഉപ്പ് കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കാരണം ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള മിക്സ് മാത്രമാണിത്. പിന്നെ നമ്മുടെ ബേബി കോക്കനട്ട് റെഡിയാക്കാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുഴുങ്ങിയ മുട്ട, അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ റൊട്ടി പൊടിച്ചത്, അതും പിന്നെ നമ്മുടെ നേരത്തെ മുട്ടയുടെ മിക്സും ആ ഒരു ഫില്ലിങ്ങും ചൂടാറിയതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ മൈദയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ എല്ലാ സൈഡും. എന്തിനാ ഇങ്ങനെ കോട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മുട്ടനെ കവർ ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചുറ്റിയെടുക്കുക പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫില്ലിങ് മുട്ടയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, അത് നല്ലപോലെ ചൂട് തണുക്കണം. ചൂട് തണിച്ചതിന് ശേഷം ഇതുപോലെ കയ്യിൽ ഉരുളയാക്കി ഉരുട്ടിയെടുത്തിട്ട് ഈ നമ്മളെ മുട്ടയുടെ ഷേപ്പിലാക്കിയിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ ആക്കിയിട്ട് കുറച്ച് അത്യാവശ്യം കട്ടിയോട് കൂടി തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ കഴിയും, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു തേങ്ങ പോലെ തോന്നുന്നില്ലേ? ഒരു ഭാഗം കുറച്ചൊരു കൂർപ്പിച്ചിട്ടും അടിഭാഗമൊക്കെ മൊത്തത്തിൽ തേങ്ങയുടെ ഷേപ്പാക്കിയിട്ടാണ് ഏട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് മൊത്തത്തിലായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ മൊത്തത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയൊരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ മുട്ടയുടെ മിക്സും റൊട്ടിപ്പൊടിയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഒരു തേങ്ങ മൊത്തത്തിൽ എടുത്തിട്ട് മെല്ലെ അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ, സാവധാനം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നോർമലി നമ്മൾ കട്ട്ലേറ്റൊക്കെ കോട്ട് ചെയ്യുന്ന പോലെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും ഇതുപോലെ തന്നെ മുട്ടയിൽ കോട്ട് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല മുഞ്ചും കിട്ടും, നല്ലൊരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അവിടെ ഇവിടെ ഒന്നും ഗ്യാപ്പ് പോലെ കാണുമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. എന്തായാലും ഇതുപോലെ 2 കോട്ടിങ് കൊടുത്തതിന് അതിനനുസരിച്ച് ഭംഗി കൂട്ടും, പിന്നെ എക്സ്ട്രാ ക്രിസ്പിനെസ് കിട്ടും, എല്ലാം നല്ല ഇതിലായിട്ട് കിട്ടും കേട്ടോ.
അപ്പോൾ നമ്മുടെ തേങ്ങാമുറി ഇതുപോലെ മൊത്തത്തിലായിട്ട് കോട്ട് ചെയ്തെടുത്ത് 2 കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അപ്പോൾ ബ്രെഡ് ക്രംസ് സെപ്പറേറ്റ് ആയിട്ട് പോവില്ല, ഇളകി പോവില്ല. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല മൊഞ്ചുള്ള കുഞ്ഞു കുഞ്ഞു തേങ്ങകളായിട്ട് മാറിയില്ല അല്ലേ, ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ശരിക്കുള്ള തേങ്ങയുടെ കളറ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ എണ്ണയിലിട്ട് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. സിമ്പിളാണ്, ഇനി ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളറ് മാറി കിട്ടുന്ന സമയത്ത് ഇങ്ങ് കോരിയെടുക്കുക, അത്രയേ ഉള്ളൂ. കാരണം ഒരുപാട് ഉള്ളൊന്നും വേവാനൊന്നും ഇല്ലല്ലോ, മുട്ടയും മസാലയും കാര്യങ്ങളൊക്കെ വെന്തയാണ്. പിന്നെ കോട്ടിങ്ങിൻ്റെ ചെറിയൊരു മൈദയും മുട്ടയൊക്കെ വേവാനുള്ളൂ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ എണ്ണയിലിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ആ കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ അതിൻ്റെ ഒറിജിനൽ മൊഞ്ച് നമുക്കും കാണാൻ പറ്റുക. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്നാക്കാണ്. കഴിക്കാൻ സത്യം പറയാലോ വേറെ ലെവൽ ടേസ്റ്റിനാണ്, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ ഞാനൊന്ന് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു നിങ്ങൾക്കറിയാമല്ലോ ഏതാണ്ട് മുട്ടയുടെ മിഡിൽ ഭാഗം എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങളല്ലേ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് അത് നോക്കിയിട്ടൊന്ന് മിഡിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് 2 സൈഡിലും മുട്ട ഒരുപോലെ നിൽക്കുമ്പോൾ ആയിരിക്കും കേട്ടോ ഇത് സെർവ് ചെയ്ത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല മൊഞ്ചുണ്ടാകുക. കണ്ടില്ല, സിമ്പിളായിട്ടാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ ക്ലാസ്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്